ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെച്ച് നിയമ നടപടിക്ക് തയ്യാറാവണം. അല്ല, അതിന് എന്താണ് ഈ ഇത്രയും മഹാനായ ഈ മനുഷ്യന് ഇതിന് ഇനി എന്താണ് വേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് രണ്ടുപേരി പറയാനുള്ള ഒരു ധാർമ്മികത പോലും ഇല്ല. ഇനി അധികാരത്തിൽ അവസാന നിമിഷം വരെ കടിച്ചു തൂങ്ങാൻ പറ്റുമോ എന്നുള്ള നോട്ടമാണോ എന്ന സംശയമാണ്. നമുക്ക് നോക്കാം സാർ, ഒന്ന് വെയിറ്റ് ചെയ്യാം സാർ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അതേമാതിരി തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞൊരു കോഴിയുടെ കഥ പറഞ്ഞു. ആ തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്തൊരു കോഴി ഉണ്ടായിരുന്നു. അതായത് വള്ളം കളിക്ക് ഒരു നടിയെ ക്ഷണിച്ചിട്ട് ഈ നടിയെ ഒരു മുന്നേ MP ആയിരുന്നു അന്ന്. ആ MP ഈ നടിയുടെ എന്താന്ന് ചെയ്ത് ഈ പറഞ്ഞ അതേമാതിരി തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു. അന്ന് സെറ്റിൽമെന്റ് ചെയ്തത് നമ്മൾ പൊതുസമൂഹം കണ്ടതായിരുന്നു. അത് മുഴുവൻ ക്ലിപ്പുകളിൽ കൂടെ നമ്മുടെ പൊതുസമൂഹം അന്ന് കണ്ടതാ. അത് എന്തുകൊണ്ട് അന്ന് ആ നടി പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം MP ആയിരുന്നു, പാർലമെന്റിലെ MP ആയിരുന്നു അന്ന്. ആ MPയുടെ എതിരെ പരാതി കൊടുക്കാൻ ആ നടി അന്ന് തുനിഞ്ഞില്ല. എന്താ കാരണം എന്നറിയോ? അവർക്ക് ഞാൻ ആ ഫീൽഡിൽ നിൽക്കുന്നത് എനിക്ക് ഇനിയും ഫീൽഡിൽ തുടർന്ന് പോകണം, അതുകൊണ്ടാണ് അന്ന് ആ നടി പറയുന്നത്. ഈ 15 കൊല്ലത്തെ ഇതേമാതിരി തന്നെയാണ് ഈ അന്ന് ഇതേ പറഞ്ഞ മാതിരി ഇപ്പൊ പറയുകയാണെങ്കിൽ കേസ് എടുക്കുവോ? എടുക്കില്ല. എടുക്കില്ല എന്ന് പറഞ്ഞ എങ്ങനെയാ എടുക്കണം? അതാ പറഞ്ഞത്. അന്ന് നമ്മളെല്ലാവരും കണ്ടതാ. നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ കണ്ടു, നമ്മൾ ആ പരാതിക്കൊപ്പം നിന്നു. അവർ പരാതിപ്പെടുന്ന ഘട്ടത്തിൽ ആ പരാതി പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനെന്താണ് നിയമ നടപടി എന്ന് എടുക്കേണ്ടതാണ്. എവിടെ പോയി അന്നത്തെ അമ്മയാ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നോ? ഇല്ല. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിനെ അല്ല, അന്ന് ആ സ്ത്രീ പേര് പറയാൻ തയ്യാറായില്ലോ. ഇപ്പൊ ഇവിടെ ഈ സ്ത്രീ പേര് പറയാൻ തയ്യാറായി വന്നിട്ടുണ്ടല്ലോ. കണ്ടതാണല്ലോ സാറേ നമ്മള് പൊതുസമൂഹം. അല്ല, അത് ഞാൻ കണ്ടത്. ഞാൻ ആ ഈ തെറ്റിന് ന്യായീകരണമാകുന്നത് എങ്ങനെയെന്നേ? അയാളെ പിടിച്ച് അന്ന് അകത്തിടണം, ഇയാളെയും പിടിച്ച് അകത്തിടണം. അതാണ് എന്റെ അഭിപ്രായം. ഞാനും ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെ ന്യായീകരിക്കാനല്ല ഞാൻ ഇരിക്കണത്. ഞാൻ നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ആ കുട്ടിയുടെ ഭാഗത്താണ്. പക്ഷെ അവർ ഈ പറഞ്ഞ ആൾക്കാര് എന്തുകൊണ്ട് അന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞു. അല്ല, അവരത് ചെയ്തെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കല്ലേ വേണ്ടത്? ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്കും ഇത് ചെയ്യാം എന്ന് പറയുന്നതിന്റെ ന്യായീകരണമൊന്നും എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും പാർട്ടിയൊന്നുമില്ല. എല്ലാവരും ഇത് തെറ്റ് ചെയ്താൽ കുറ്റക്കാർ അവരെ പിടിച്ചകത്തിടണം. ഇന്ന് പിടിച്ചകത്തിടാലോ. വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും പറയുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയമുണ്ട്. എന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ഇവിടെ രാഷ്ട്രീയമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ എന്റെ നിലപാടല്ലേ ചർച്ച ചെയ്യുന്നത്. ഈ നിലപാടിൽ എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ഈ പൊതുവേദി എന്ന ഈ പരിപാടിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. അത് ഇന്ന രാഷ്ട്രീയക്കാരൻ ചെയ്താൽ അതിന് മുൻപ് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യമുണ്ടെങ്കിൽ അകത്ത് പോകണം. ഇത് അകത്ത് പോകണം. ഒരു നിമിഷം പോലും ഈ വൃത്തികെട്ട മനുഷ്യന് കേരളത്തിന്റെ നികുതിപ്പണം പിടിപറ്റിക്കൊണ്ട് ഇതുപോലൊരു കസേലയിൽ ഇനി ഞെളിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇത് കേരളത്തിന് നാണക്കേടാണ്. ഇത് ഈ കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ കേൾക്കേണ്ട കാര്യമാണ്. ഈ ഒരു നിമിഷം പോലും ഇതുപോലൊരു വൃത്തികെട്ടവന് നമ്മുടെ സാംസ്കാരിക പ്രതലത്തിന്റെ തലപ്പത്തിരിക്കാൻ അത് നാണക്കേട് ഈ നാട്ടിന് മാത്രമല്ല, കേരളം മലയാള സിനിമ നാളിതുവരെ നേടിയ എല്ലാ നേട്ടങ്ങളെയും തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള ഒരാളാണ് അതിന്റെ തലപ്പത്തിരിക്കുന്നത്. ഒരർഹതയും അയാൾ അർഹിക്കുന്നില്ല. മുമ്പൊരാളെ പിടികൂടിയില്ല എന്നുള്ളത് കൊണ്ട് ഇയാൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ ഒരു ന്യായീകരണം ഇവിടെ ഇല്ല. മറ്റൊരു പ്രേക്ഷകൻ ദുബായിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ടാണ്. ഷാജി അബൂബക്കർ ദുബായിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. ഷാലി,